ആശ ആച്ചി ജോസഫ്, ഇത് WCCയുടെ ഒരു വിജയമായിട്ട് താങ്കൾ കാണുകയാണോ ചെയ്യുന്നത്? ഇത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നോ? എന്തായാലും ആരുടെയും പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതിന് കാരണവും കൃത്യമായുണ്ട്. അത് വിവരാവകാശ കമ്മീഷണറും കോടതിയും ഇക്കാര്യം എടുത്തു പറഞ്ഞതുമായിരുന്നു. പക്ഷേ ഇത്രയും മതി എന്ന് തന്നെ കരുതാനാവില്ലേ സർക്കാരിന് കൃത്യമായിട്ട് ഒരു നടപടിയെടുക്കാൻ, ഈ ശുപാർശകൾ അംഗീകരിച്ച് നടപ്പിൽ വരുത്താൻ? അതെ, തീർച്ചയായിട്ടും WCC 7 വർഷത്തോളമായി ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ WCCക്ക് വലിയ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത് ഒരു യാത്രയുടെ ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ വളരെ ആരോഗ്യകരമായ ഒരു തൊഴിൽ മേഖല സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ടിനെ കാണുന്നത്. ഇതൊരു മെലോ ഡ്രമാറ്റിക് ക്ലൈമാക്സ് ഒന്നുമല്ല ആ രീതിയിൽ. അത് നമ്മൾ മുന്നോട്ട് പോയി കാണാനിരിക്കുന്നേ ഉള്ളൂ കാര്യങ്ങൾ. അത് നമ്മൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ഗവൺമെന്റും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും സ്ത്രീകൾ, സിനിമയിലെ സ്ത്രീകളും പുരുഷന്മാരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം വളരെ ഗൗരവമായിട്ടുള്ള ഒരു സ്റ്റഡിക്ക് വിധേയമായിട്ട് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു അക്കാഡമിക് വർക്കും കൂടി ചെയ്യുന്ന ആളായതുകൊണ്ട് WCC ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് ഒരു ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലത്തെ പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പല ഏരിയയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹേമ കമ്മിറ്റിയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ സ്റ്റഡിയിൽ വളരെ കൃത്യമായിട്ട് അവരുടെ സ്റ്റഡിയുടെ മെത്തഡോളജി പറയുന്നുണ്ട്. അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. അതിന്റെ പല ഏരിയയിലുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് പറയുന്നുണ്ട്, റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. ഇത് വളരെ വലിയൊരു റിപ്പോർട്ടാണ്. അപ്പോ ഒരു ദിവസം കൊണ്ട് മീഡിയയിൽ ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടായിട്ട് എന്തായാലും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളിത് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ 4 മണിയായി. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വലിയ റിപ്പോർട്ട് വായിച്ച് അതിനെക്കുറിച്ച് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ ആരും മുതിരാൻ സാധ്യതയില്ല. കാരണം അത് അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല. പിന്നെ ഇത് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ തന്നെയാണ് എവിടെയും ഒരു തുടക്കം ഉണ്ടാകേണ്ടത്. അത് ഒരു തരത്തിലും ആരെയും മാറ്റിവെച്ചിട്ടോ മുന്നിൽ കയറി നിന്നിട്ടോ അല്ല ഇത് ചെയ്യേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പല ഇൻഡസ്ട്രീസിന്റെയും ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പല സ്റ്റഡികളും ഉണ്ടായിട്ടുണ്ട്. ഇതും അങ്ങനത്തെ ഒരു സ്റ്റഡിയാണ്. ഇത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റഡി ആകുന്നത് യഥാർത്ഥത്തിൽ സിനിമ സമൂഹത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. കേരള സമൂഹത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, മലയാള സിനിമയെ കുറിച്ച് വളരെ ഗൗരവവും വളരെ രസകരവും വളരെ ഇമ്പോർട്ടന്റുമായിട്ടുള്ള കുറെ അധികം നിരീക്ഷണങ്ങൾ ഈയിടെയായിട്ട് പുറത്തു വരുന്നുണ്ട്. നല്ല കണ്ടന്റ് ഉള്ള സിനിമ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവപരമായുള്ള ഒരു പഠനമാണ്. ഒരിക്കലും അത് എന്തെങ്കിലും പറഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ ആയിത്തീരേണ്ട ഒരു പഠനമേ അല്ല. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അങ്ങനെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും സീരിയസ് ആയിട്ടും കാണുകയും അതിന് കുറച്ചുകൂടെ മുന്നോട്ട് പഠിക്കുകയും വേണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അത് ഇന്നുകൊണ്ട് ഈ ചർച്ച അവസാനിക്കാനുള്ളതല്ല. മാധ്യമങ്ങളോട്, പ്രത്യേകിച്ചും News 18 ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ, നിങ്ങളെ പോലെയുള്ളവർ ഒരിക്കലും ആ രീതിയിൽ ഒരു ദിവസം കൊണ്ട് ഇതിനെ അവസാനിപ്പിച്ച് വിടരുത് എന്നുള്ളതാണ് ഒരു അപേക്ഷ. ശരി.